ഹലോ. അപ്പോൾ നമുക്കിന്ന് രാത്രിയിലത്തേക്കുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാം. ഞാൻ രാത്രി ഗോതമ്പ് പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രമേ ഹസ്ബൻഡും കൂടെ കഴിക്കുകയുള്ളൂ. ഞാൻ മാത്രം ഗോതമ്പ് പുട്ട് തിന്നണേണ്ടെന്ന് ഞാൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. എനിക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് ഗോതമ്പ് പൊടി ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അരിക്കലൊന്നുമില്ല. പുതിയ ഗോതമ്പ് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ പുട്ടിനിങ്ങനെ തരിക്കലില്ല. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ. ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കുറച്ച് കൂടിപ്പോവും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു സെമി ലെവലിലിങ്ങനെ കുഴച്ചെടുക്കാം. എനിക്ക് പലപ്പോഴും കുഴപ്പ് കൂടി പോകുമ്പോഴത്തേക്ക് ഞാൻ വെള്ളം കുറച്ചുകൂടെ ഒഴിക്കും. അപ്പോൾ ചപ്പാത്തി പോലെ ആയിപ്പോവും. അങ്ങനെ എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. പിന്നെ ഉപ്പ് കൂടി പോകാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കിനി നമുക്ക് പുട്ടിനിടാനുള്ള തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങ ഞാൻ ഉച്ചയ്ക്ക് കറി വെക്കാനെടുത്ത തേങ്ങയുടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം. കുറച്ചേ മതി കേട്ടോ. ഞാൻ മാത്രം ആയതുകൊണ്ട് എനിക്ക് ഈ ഗോതമ്പ് പുട്ടിന് കുറച്ച് തേങ്ങ ഇടുന്ന ഇഷ്ടമാണ്. അപ്പം കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ പുട്ടുക്കുറ്റിയാണ്. കുറച്ച് കാരപ്പഴക്കം ചെന്നതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ അടപ്പൊക്കെ പോയി ഒരു ദിവസം കാക്ക എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ അടപ്പ്. അപ്പം ഇതിലിത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ ഇട്ട പുട്ട് മറ്റേ പുട്ടിനേക്കാളും ഇതിൽ ചൂടോടെ ഈ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പച്ചരി പുട്ടിനേക്കാളും ഈ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാത്രി മിക്ക ദിവസവും ഞാൻ ഗോതമ്പാണ് കഴിക്കൽ. ഗോതമ്പ് അല്ലെങ്കിൽ റാഗിയിൽ എന്തെങ്കിലും പുട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുട്ട് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. കാരണം എനിക്ക് രാത്രി അധികം തിന്നാൻ പറ്റത്തില്ല. അപ്പം പുട്ട് ഒരപ്പം കൂടിപ്പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഹസ്ബൻഡിന് കൊടുക്കാം. തിന്നായിരിക്കും. മുപ്പര് ചോറാണ് ഞാൻ പുട്ടുണ്ടാക്കണേണ്ടെന്ന് തിന്നല്. ചപ്പാത്തി മാത്രമേ തിന്നലുള്ളൂ. ഇത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെടുത്ത് നമുക്ക് ആവി കൊള്ളാൻ വെക്കാം. ആവി എന്ന് പറയുമ്പോൾ എൻ്റെ പുട്ടുക്കുറ്റിൻ്റെ കുറച്ച് താഴെ പോയി. അപ്പം പുട്ടുക്കുറ്റിയിൽ കുറച്ച് ഒരു ഓട്ട വന്നിട്ടുണ്ട്. അതിങ്ങനെ ഗ്യാസിൽ ഇങ്ങനെ വീണ് ലീക്കായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം ഞാൻ എക്സ്ചേഞ്ച് മേളയ്ക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് പുട്ടുക്കുറ്റി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കണമെന്ന് വിചാരിക്കും. ഓഫറൊക്കെ നോക്കിയിട്ടൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആവി വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം അതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് ആവി അങ്ങ് പോയിട്ട് അതിൻ്റെ ബാക്കിയേ മേളിൽ കൂടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് പുട്ടിൻ്റെ കൂടെ എന്ന് പറയുന്ന പഴമാണ്. അത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇവിടെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ എനിക്കിവിടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ നട്ട് വളർത്തിയ വാഴക്കൊല ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെട്ടിയതാണ്. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാം. ഞാൻ എൻ്റെ പാത്രം എടുത്തോണ്ട് വരട്ടെ. വലിയ പാത്രമാണ്, ഞെട്ടിപ്പോകണ്ട. അപ്പം ഇതാണ് എൻ്റെ പാത്രം. ഇതാണ് പുട്ട്. 2 പഴമൊക്കെ എടുത്തേക്കുന്ന വെറുതെ ആഡംബരത്തിനാണ്. ഇതൊന്നും തിന്നാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഇത് തിന്നട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഞാനെന്താ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്ര ഇങ്ങനെ കുഴച്ച് തിന്നും. എനിക്ക് പുട്ടും പഴം ഇഷ്ടമാണ്. പക്ഷേ ഈ പഴം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം കല്ല് പോലെ ഉണ്ട്. എനിക്ക് സാധാരണ കദളി പഴമാണ് ഇഷ്ടം. ഇത് എന്തോ ഒരു വലിയ പേരൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഗുളിക അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാണ്ട് ഇതും കൂടെ കഴിഞ്ഞാൽ ടാറ്റാ.